വിഷു മലയാളികളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ്. ഒരു വർഷം അവസാനിച്ചു മറ്റൊന്ന് തുടങ്ങുമ്പോൾ നമ്മളൊക്കെ ഒരേ ചോദ്യമാണ് ചോദിക്കുന്നത്: ഈ വർഷം എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് ഭരണി നക്ഷത്രക്കാർക്ക് ഈ ചോദ്യം കൂടുതലായിരിക്കും. നിങ്ങളിൽ പലരും ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ചിന്തിക്കുന്നുണ്ടാകും: എനിക്ക് ജോലി കിട്ടുമോ? സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുമോ? കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുമോ? നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോയുടെ ഈ ആത്മീയ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, ഗ്രഹനിലകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ അവതരിപ്പിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ സമയോചിതമായി ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഞ്ജന എസ് പണിക്കർ. നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ അമൂല്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മടിക്കേണ്ടതില്ല. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവു ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെ അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലി തിരക്കുകൾ കാരണം എല്ലാ കമന്റുകൾക്കും ഉടൻ മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമല്ലോ. മറുപടിയിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ദയവു ചെയ്തു ക്ഷമിക്കുമല്ലോ. 2026 വർഷം ഭരണി നക്ഷത്രക്കാർക്ക് ഒരു പഠിപ്പിക്കുന്ന വർഷമാണ്. ഈ വർഷം നിങ്ങളെ ക്ഷമ പഠിപ്പിക്കും, ചിന്തിച്ച് തീരുമാനമെടുക്കാൻ പഠിപ്പിക്കും. വർഷത്തിന്റെ ആദ്യ ഭാഗം അല്പം മന്ദഗതിയിലായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഉടനെ നടക്കില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ജോലി അന്വേഷിക്കുന്ന ആളാണെന്ന് കരുതൂ. നിങ്ങൾ പല ഇടങ്ങളിലും അപേക്ഷിക്കുന്നു, പക്ഷേ മറുപടി വൈകുന്നു. ഇത് നിങ്ങളെ നിരാശപ്പെടുത്തും. അല്ലെങ്കിൽ ഒരു ചെറിയ വ്യാപാരം ആരംഭിക്കാൻ നിങ്ങൾ ആലോചിച്ചിരിക്കാം, പക്ഷേ തുടക്കത്തിൽ തന്നെ ചില തടസ്സങ്ങൾ വരാം. ഇത് കണ്ടാൽ പലരും എന്തു ചെയ്യും? എനിക്ക് ഭാഗ്യം ഇല്ല എന്ന് കരുതും. പക്ഷേ സത്യത്തിൽ ഇത് ഒരു മോശം സമയം അല്ല, ഒരു തയ്യാറെടുപ്പ് സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ വർഷം വലിയ ലാഭം ലഭിക്കുമെന്ന് പറയാൻ കഴിയില്ല, പക്ഷേ വലിയ നഷ്ടവും ഉണ്ടാകില്ല. അതായത്, കൈവശമുള്ളത് സൂക്ഷിച്ചാൽ സുരക്ഷിതം എന്നതാണ് ഈ വർഷത്തിന്റെ രഹസ്യം. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് കുറച്ച് പണം സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സുഹൃത്ത് വന്ന് പറയുന്നു, ഇത് നിക്ഷേപിച്ചാൽ ഇരട്ടിയാകും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ വർഷം പ്രത്യേക ശ്രദ്ധ വേണം. വേഗത്തിൽ തീരുമാനമെടുത്താൽ പിന്നീട് വിഷമിക്കേണ്ടി വരാം. നിങ്ങൾക്ക് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ട അനുഭവമുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമന്റിൽ പങ്കുവെക്കൂ. മറ്റുള്ളവർക്ക് അത് ഒരു പാഠമാകും. തൊഴിൽ മേഖലയിൽ ഈ വർഷം മാറ്റങ്ങൾ ഉണ്ടാകും. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കും. ആദ്യത്തിൽ അത് ബുദ്ധിമുട്ടായി തോന്നും. എന്തിനാണ് ഇത്രയും സമ്മർദ്ദം എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അത് നിങ്ങളുടെ വളർച്ചയുടെ ഭാഗമാണ്. ഒരു ഉദാഹരണം: ഒരു ജീവനക്കാരൻ കൂടുതൽ ജോലി കൊടുത്താൽ ആദ്യത്തിൽ അവൻ വിഷമിക്കും. പക്ഷേ പിന്നീട് അതാണ് അവന്റെ കഴിവ് തെളിയിക്കാൻ സഹായിക്കുന്നത്. കുടുംബജീവിതത്തിൽ ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയ കാര്യം പോലും ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാകും. ഉദാഹരണം: ഒരു ചെലവിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അത് വാക്ക് തർക്കമായി മാറി. പിന്നീട് അത് ദിവസങ്ങളോളം നീണ്ടു. പക്ഷേ അതേസമയം നിങ്ങൾ ശാന്തമായി സംസാരിച്ചാൽ ആ പ്രശ്നം അതേ ദിവസം തന്നെ തീരും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കോപം പിടിച്ചു നിൽക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഉടനെ സംസാരിച്ച് തീർക്കണോ? സ്നേഹബന്ധങ്ങളിൽ ഈ വർഷം ഒരു പരീക്ഷണ സമയമാണ്. ബന്ധത്തിൽ ഉള്ളവർക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. അവൻ എന്നെ മനസ്സിലാക്കുന്നില്ല, അവൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല, ഇത്തരത്തിലുള്ള ചിന്തകൾ വരാം. പക്ഷേ സത്യത്തിൽ ഇത് ആശയവിനിമയത്തിന്റെ കുറവാണ്. തുറന്നു സംസാരിച്ചാൽ പകുതി പ്രശ്നങ്ങളും തീരും. സിംഗിൾ ആയവർക്കു വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ഒരു നല്ല ബന്ധം തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല, പക്ഷേ മാനസിക സമ്മർദ്ദം ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് പ്രശ്നം ശരീരത്തിൽ അല്ല, മനസ്സിലാണ്. ഉറക്കക്കുറവ്, തലവേദന, ചിന്തകൾ. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണയായി സത്യസന്ധതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരും സമൂഹത്തിൽ മാന്യതയോടെ നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ധൈര്യവും ആത്മവിശ്വാസവും നിറഞ്ഞ സ്വഭാവം ഇവർക്കുണ്ട്.
പൊതുവെ ദീർഘായുസ്സും നല്ല ആരോഗ്യവും ഇവർക്കുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസവും വിവേചനശക്തിയും ഉള്ളവരായിരിക്കും. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും വെല്ലുവിളികളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളോ അസൗകര്യങ്ങളോ ഉണ്ടാകാം. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്നും അനാവശ്യ സമ്മർദ്ദങ്ങളോ മനസ്സിലാകാത്ത പ്രശ്നങ്ങളോ നേരിടേണ്ടിവരുമെന്ന സാധ്യതയും ഉണ്ട്. എന്ത് കാര്യവും ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഗുണകരമാകുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരാളെയും മനഃപൂർവ്വം വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയത്ത് ക്ഷേത്രസന്ദർശനവും ആത്മീയ പ്രവർത്തനങ്ങളും മനഃശാന്തിക്ക് സഹായകരമായിരിക്കും. ദിവസവും കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കൂ. നടക്കുക, ശാന്തമായി ഇരിക്കുക, പ്രാർത്ഥിക്കുക. ഇവ വലിയ മാറ്റമുണ്ടാക്കും. ഇപ്പോൾ ഒരു ചെറിയ യഥാർത്ഥ അനുഭവം പറയാം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ കഴിഞ്ഞ വർഷം വലിയ സാമ്പത്തിക പ്രശ്നം നേരിട്ടിരുന്നു. 2026 ആദ്യ മാസങ്ങളിലും കാര്യങ്ങൾ ശരിയായില്ല. പക്ഷേ അവൻ ഒരുപാട് ക്ഷമയോടെ മുന്നോട്ടു പോയി, വേഗത്തിൽ തീരുമാനങ്ങൾ എടുത്തില്ല. വർഷത്തിന്റെ മധ്യത്തോടെ ഒരു ചെറിയ അവസരം ലഭിച്ചു. അത് പിടിച്ചെടുത്തപ്പോൾ അവന്റെ ജീവിതം ക്രമേണ മെച്ചപ്പെട്ടു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? വേഗം വിജയത്തിലേക്ക് നയിക്കില്ല, ശരിയായ സമയം കാത്തിരിക്കുക വിജയത്തിലേക്ക് നയിക്കും. ഇപ്പോൾ ഒരു പ്രധാന ചോദ്യം, നക്ഷത്രഫലങ്ങൾ സത്യമാണോ? ചിലർ പറയും അതെ, ചിലർ പറയും അല്ല. സത്യത്തിൽ ഇത് ഒരു മാർഗനിർദ്ദേശം മാത്രമാണ്. നിങ്ങളുടെ പരിശ്രമം ഇല്ലെങ്കിൽ ഒരു നക്ഷത്രഫലവും നിങ്ങളെ രക്ഷിക്കില്ല. അതുപോലെ നല്ല തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ ആരും തടയാൻ കഴിയില്ല. അവസാനമായി ഭരണി നക്ഷത്രക്കാർക്ക് പറയുന്ന വിഷുഫല സന്ദേശം ഇതാണ്: ക്ഷമ പുലർത്തുക, വേഗത്തിൽ തീരുമാനമെടുക്കാതിരിക്കുക, പണം സൂക്ഷിച്ചു ഉപയോഗിക്കുക, ബന്ധങ്ങളെ കരുതലോടെ കൈകാര്യം ചെയ്യുക. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. ഈ വിഷു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷവും സമൃദ്ധിയും നൽകട്ടെ. ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഭരണി നക്ഷത്രക്കാരുടെ വിഷുഫല സാധ്യതകളെക്കുറിച്ചാണ്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, നിങ്ങളുടെ പേരും നാളും കമന്റായി താഴെ ഇടാവുന്നതാണ്. അത് കുറിച്ചെടുത്തു ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ദിവസം നടന്നുവരുന്ന പൂജകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പങ്കുവയ്ക്കാൻ ദയവായി മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് മീ അഞ്ജന എസ് പണിക്കർ, സൈനിങ് ഓഫ്.